ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ഒന്നുകൂടെ ഞാൻ പറയാം. വൈൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, കണ്ടീഷന് താഴെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു എൽസ് കണ്ടീഷൻ കൊടുക്കാം. അത് ഫോൾസ് ആണെങ്കിൽ എൽസ് കണ്ടീഷൻ അതിനുള്ളിൽ എൽസ് കണ്ടീഷനുള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവും. ഇവിടെ മെയിൻ വ്യത്യാസം ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഇതിൽ കൊടുക്കുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ വൈൽ ലൂപ്പിന് പുറത്ത് ഇനിഷ്യലൈസ് ചെയ്യുകയും വേണം. വൈൽ ലൂപ്പിനുള്ളിൽ ആ വേരിയബിളിന്റെ അപ്ഡേറ്റ് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ കൊടുക്കണം. അതാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇതിൽ ഈ കണ്ടീഷൻ കൊടുക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ഒരു നമ്പർ കൊടുക്കാം, നമ്പർ മാത്രമായിട്ടും കൊടുക്കാം. അതിൽ നോൺ സീറോ വാല്യൂ ആണെങ്കിൽ അത് ട്രൂ ആയിട്ട് എടുക്കും. കണ്ടീഷൻ്റെ അവിടെ നമ്മൾ ഒരു നോൺ സീറോ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അത് ട്രൂ ആയിട്ട് എടുക്കും എപ്പോഴും. നണ്ണെന്നോ സീറോ എന്നോ എഴുതുകയാണെങ്കിൽ അത് ഫോൾസ് ആയിട്ട് എടുക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഈ കാണിച്ചിരിക്കുന്ന വൈൽ 0 പ്രിന്റ് ഇൻവേർട്ടഡ് കോമയിൽ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഈ വൈലിനുള്ളിൽ 0 ആണ് കൊടുത്തിരിക്കുന്നത്. 0 അപ്പോൾ ഫോൾസ് ആയിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യുക. ഫോൾസ് ആയതുകൊണ്ട് വൈൽ ലൂപ്പിന് പുറത്തേക്ക് വരും. വൈൽ ലൂപ്പിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. അത് ട്രൂ ആണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യൂ. വൈൽ 0 പ്രിന്റ് എക്സ് എന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നാൽ ഈ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ട് അതിനുള്ളിലുള്ള ഇതൊന്നും റൺ ചെയ്യില്ല, തൊട്ടടുത്ത ലൈനിലേക്ക് പോകും. ഇവിടെ 0യ്ക്ക് പകരം ഞാൻ 1 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പറാണ് കൊടുക്കുന്നത്, 6 ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. 6 ആണ് കൊടുക്കുന്നതെങ്കിൽ റൺ ചെയ്യുമ്പോൾ എക്സ് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും, താഴേക്ക് പ്രിന്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നിൽക്കില്ല. അത് നിൽക്കാത്തത് 6 എന്നുള്ളത് ട്രൂ ആയിട്ട് എടുക്കും, അത് എപ്പോഴും ട്രൂ ആണ്. വയലിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് എപ്പോഴും ട്രൂ ആയതുകൊണ്ട് ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും ഇൻഫിനിറ്റ് ആയിട്ട്. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, അല്ലാതെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ അത് നിൽക്കുള്ളൂ. അപ്പം ഇതാണ് ഒരു പ്രത്യേകത. നമ്മൾ വൈൽ ലൂപ്പിന് പുറത്ത് കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം, എന്നിട്ട് ആ വേരിയബിൾ വൈൽ ലൂപ്പിനകത്ത് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ചെയ്യണം. അങ്ങനെ ചെയ്യണം. ഇതിന് തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം കണ്ടോ, അത് രണ്ടും ചെയ്തിട്ടുണ്ട്. i = 1 എന്ന് കൊടുത്തിട്ടുണ്ട്, വൈൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, i <10 എന്ന കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് i എന്നൊരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് i അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, i = i+1 എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റൺ ചെയ്ത് നോക്കിയാലോ. റൺ ചെയ്യുമ്പോൾ 1 2 3 4 അങ്ങനെ 9 വരെ കിട്ടും. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഒരു അപ്ഡേഷൻ, വേരിയബിൾ അപ്ഡേഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കണ്ടീഷൻ കുറച്ച് സ്റ്റെപ്സ് കഴിയുമ്പോൾ ഫോൾസ് ആകുന്ന രീതിയിലുള്ള കണ്ടീഷൻ വേണം ഇവിടെ കൊടുക്കാൻ. ഇവിടെ i = i+1 എന്നാണ് ഞാൻ കൊടുത്തത്. ഇവിടെ i = i-1 എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? താഴേക്ക് നമ്പർ ഇങ്ങനെ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും, ഇത് നിൽക്കില്ല, നമ്പർ പ്രിന്റ് ആയിക്കൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണെന്നാൽ ഈ കണ്ടീഷൻ ഒരിക്കലും ഫോൾസ് ആവുന്നില്ല. ഐയുടെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഐയുടെ വാല്യൂ 1 ഇങ്ങനെ ഓരോ ലൂപ്പിൽ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും, പക്ഷെ ഈ കണ്ടീഷൻ ഫോൾസ് ആവില്ല. ഐ എപ്പോഴും 10നേക്കാൾ ചെറുതായിരിക്കും, ഇവിടെ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട്. ഈ കണ്ടീഷൻ ശ്രദ്ധിക്കണം. ഈ കണ്ടീഷൻ കുറച്ച് സ്റ്റെപ്സ് കഴിയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആവുന്ന രീതിയിലുള്ള ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ വേണം ഇവിടെ കൊടുക്കാൻ. ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഒരു പ്രോഗ്രാം നോക്കാം, വൈൽ ലൂപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫോർ ലൂപ്പ് വെച്ചും ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം ആണ്, പക്ഷെ വൈൽ ലൂപ്പ് മനസ്സിലാക്കാൻ വേണ്ടി വൈൽ ലൂപ്പ് വെച്ച് എഴുതിയിരിക്കുകയാണ്.
ഒരു n എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതുപോലെ സമ്മ് എന്നൊരു വേരിയബിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു 0 ആയിട്ട്. പിന്നെ നമ്മൾ ഈ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ i അതിനെ ഇനിഷ്യലൈസ് ചെയ്തു കണ്ടീഷൻ കൊടുത്തു i ലെസ് ദാൻ n ആണെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, സം ഈക്വൽ ടു സം പ്ലസ് i. എന്നിട്ട് അപ്ഡേറ്റും കൊടുത്തു i ഈക്വൽ ടു i പ്ലസ് 1 എന്നുള്ള അപ്ഡേറ്റും കൊടുത്തു. ഇത് റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം i ഈക്വൽ ടു 1 ആണ്. 1 ലെസ് ദാൻ n ആണോ നോക്കുക. n ഇവിടെ 10 ആണ്. 1 ലെസ് ദാൻ 10 ആണ്. അതുകൊണ്ട് സം ഈക്വൽ ടു സം ആദ്യം 0 ആണ്. 0 പ്ലസ് 1 ഇപ്പോൾ 1 ആയി. ഇപ്പോൾ സം ഇത് i ഈക്വൽ ടു i പ്ലസ് 1 ചെയ്തു. i ഇപ്പോൾ 1 ആണ്. 1 പ്ലസ് 1 2 i. അപ്പോൾ ഇനി ഇവിടെ ചെക്ക് ചെയ്യും 2 ലെസ് ദാൻ 10 ആണോ നോക്കും. ആണ്. അപ്പോൾ ഇപ്പോൾ സമ്മ് 1 ആണ്. 1 പ്ലസ് 2 അത് ഇതിലേക്ക് സ്റ്റോർ ചെയ്യും. 3 എന്നായി. i 2 ആണ്. 2 പ്ലസ് 1 3 ആയി. അപ്പോൾ 3 ലെസ് ദാൻ 10 ആണോ നോക്കും. 3 ഇവിടെ എടുക്കും. ഇപ്പോൾ സമ്മിന്റെ വാല്യൂ 2 ആണ്. 3 ആണ്. 3 പ്ലസ് 3 6. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ n ഈക്വൽ ടു 10 വരെ അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് അങ്ങനെ 10 വരെയുള്ള സംഖ്യകൾ ആഡ് ചെയ്ത സം ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. സം ഈസ് 55. 1 മുതൽ 10 വരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത് നമുക്കിവിടെ കിട്ടി. ഇത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ അറിയേണ്ട വൈൽ ലൂപ്പും ഫോർ ലൂപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ പറയാം. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്ന എല്ലാ പ്രോഗ്രാംസും വൈൽ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. പക്ഷേ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോഗ്രാമും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ചെയ്യാൻ പറ്റണമെന്നില്ല. വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില പ്രോഗ്രാം ഫോർ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം. പക്ഷെ എല്ലാ പ്രോഗ്രാമും ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് ഒരു ഡിഫറൻസ് ആണ്. ഇനി നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള 2 കീവേഡ്സ് പഠിക്കുകയാണ്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഇത് ഫോറിലും വൈലിലും ഉപയോഗിക്കാവുന്നതാണ്. ഫോർ ലൂപ്പിലോ വൈൽ ലൂപ്പിലോ ഉപയോഗിക്കാവുന്ന 2 കീവേഡ്സ് ആണ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പൈത്തണിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ബിൽറ്റ് ഇൻ ആയിട്ടുള്ള വാക്കുകൾ, ഒരു വാക്ക് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പൈത്തൺ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ വൈൽ എന്നുള്ളത് ഒരു കീവേഡ് ആണ്. ഈ വൈൽ എന്നുള്ളത് നമുക്ക് വേറെ എവിടെയും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഒരു വേരിയബിൾ നെയിം ആയിട്ട് നമുക്ക് വൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ വേറെ എവിടെയും വൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. ലൂപ്പിന് വേണ്ടി മാത്രം. അതുപോലെ തന്നെ ഇഫ്, എൽസ് ഇതൊന്നും നമുക്ക് വേരിയബിൾ നെയിം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പൈത്തൺ വെച്ചിരിക്കുന്ന വാക്കുകളെയാണ് കീവേഡ് എന്ന് പറയുക. അങ്ങനെയുള്ള 2 വാക്കുകളൂടെ നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് ബ്രേക്കും കണ്ടിന്യൂ, 2 കണ്ടിന്യൂ. അപ്പൊ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു വൈൽ ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. വൈൽ ലൂപ്പിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിന് താഴെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പിന്നെ ഒരു ഇഫ് കണ്ടീഷൻ കൂടെ കൊടുത്തിരിക്കുന്നു. ഇഫ് കണ്ടീഷൻ കോളൻ ബ്രേക്ക്, വേറൊരു ഇഫ് കണ്ടീഷൻ കോളൻ കണ്ടിന്യൂ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇഫ് കണ്ടീഷൻ തന്നെ വേണമെന്നില്ല. ഈ ബ്രേക്ക് എന്നുള്ള ഒരു കീവേഡ് ഒരു ലൂപ്പിനുള്ളിൽ എവിടെ പ്ലേസ് ചെയ്താലും ആ ബ്രേക്ക് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു അവിടെ വെച്ച് ആ ലൂപ്പ് എക്സിറ്റ് ആവും. ആ ലൂപ്പിന് വെളിയിൽ പോവും. ആ ലൂപ്പ് പിന്നെ റൺ ആവില്ല. ബ്രേക്ക് എന്ന് എവിടെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ ആ ബ്രേക്ക് പ്രോഗ്രാം റീഡ് ചെയ്യുന്ന ആ സമയത്ത് ആ ലൂപ്പിന് വെളിയിലേക്ക് കഴ്സർ മാറും. പിന്നെ ലൂപ്പിനുള്ളിലുള്ള ഒന്നും അത് എക്സിക്യൂട്ട് ലൂപ്പിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഈ എൽസ് കണ്ടീഷനും എക്സിക്യൂട്ട് ചെയ്യില്ല. അങ്ങനെയാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് എല്ലാം വൈൽ ലൂപ്പിനുള്ളിലാണ്. ഇതെല്ലാം വൈൽ ലൂപ്പിനുള്ളിലാണെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. എല്ലാം വൈൽ ലൂപ്പിനുള്ളിലായിരിക്കണം. ഈ ബ്രേക്ക് വൈൽ ലൂപ്പിനുള്ളിലായിരിക്കണം. വൈൽ ലൂപ്പിനുള്ളിലാണെങ്കിൽ ബ്രേക്ക് എവിടെ കാണുന്നോ അവിടെ വെച്ച് ആ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. ടെർമിനേറ്റ് ചെയ്തിട്ട് ലൂപ്പിന് വെളിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഇഫ് ഉണ്ട്, ഇഫ് കണ്ടീഷൻ, അതിന് താഴെ എൽസ് ഇതൊക്കെ ഉണ്ട്.
ബ്രേക്ക് ഇവിടെയാണ് ബ്രേക്ക്. ഇവിടെ വരെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനുശേഷമാണ് ബ്രേക്ക് എഴുതിയിരിക്കുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ വെച്ച് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെ ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഈ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും റീഡ് ചെയ്യില്ല. പിന്നെ വയലിന് പുറത്ത് എഴുതിയിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ കണ്ടിന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂ എന്നുള്ള കീവേഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ ലൂപ്പ് അവിടെ വെച്ച് നിർത്തിയിട്ട് ഇതിന് പുറത്തേക്ക് പോകില്ല. ഇവിടെ വെച്ച് നിർത്തിയിട്ട് വീണ്ടും ഇവിടെ വയൽ ലൂപ്പ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. ഈ ടെസ്റ്റ് കണ്ടീഷൻ ടെസ്റ്റ് 1 എന്നുള്ള ഈ കണ്ടീഷൻ ഒന്നുകൂടെ ട്രൂ ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതിനുള്ളിലേക്ക് കയറും. അതായത് കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇപ്പോൾ ഉള്ള ആ റണ്ണ് നിർത്തിയിട്ട് വീണ്ടും വയൽ ലൂപ്പിന്റെ മുകളിൽ പോയിട്ട് ആദ്യം മുതൽ ഒന്നുകൂടെ തുടങ്ങും. അതിനാണ് കണ്ടിന്യൂ ഉപയോഗിക്കുക. ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് അവിടെ വെച്ച് നിർത്തും. ഈ ലൂപ്പിനെ അവിടെ വെച്ച് നിർത്തിയിട്ട് വയൽ ലൂപ്പിന് പുറത്തു പോകും. കണ്ടിന്യൂ ആണെങ്കിൽ കണ്ടിന്യൂവും ലൂപ്പ് അവിടെ വെച്ച് നിർത്തിയിട്ട് വീണ്ടും ആദ്യം മുതൽ വയൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ബ്രേക്കിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ വാല്യൂ VAL in string if VAL equal to I break print VAL. എന്നിട്ട് അവസാനം ഫോർ ലൂപ്പിന് വെളിയിൽ പ്രിന്റ് ദ എൻഡ് എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് റൺ ചെയ്യുമ്പോൾ അപ്പൊ എന്തായിരിക്കും പ്രിന്റ് ആവുക എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. ബ്രേക്ക് എന്നുള്ള വാക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ വെച്ച് പ്രോഗ്രാം നിൽക്കും. എന്നിട്ട് പിന്നെന്തായിരിക്കും പ്രിന്റ് ആവുക? ഇതായിരിക്കും, ഈ ലൈൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് ഫോർ ലൂപ്പിന് പുറത്താണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? എന്തായിരിക്കും കിട്ടുക? ആദ്യം ഫോർ ലൂപ്പിൽ ഈ VAL എന്ന വേരിയബിളിലേക്ക് എസ് എന്ന ക്യാരക്ടർ ആയിരിക്കും സ്റ്റോർ ആവുക. എന്നിട്ട് കണ്ടീഷൻ ഇഫ്, ഇവിടെ ഇപ്പൊ എസ് ആണ്, എസ് ഈക്വൽ ടു ഐ, എസും ഐയും ഈക്വൽ അല്ല, അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറില്ല. ഇതൊന്നും ഈ ഇഫ് കണ്ടീഷൻ ഉള്ളിലേക്ക് കയറില്ല, അതായത് ബ്രേക്ക് എക്സിക്യൂട്ട് ആവില്ല. പിന്നെ ഉള്ളത് പ്രിന്റ് ആണ്. ഇപ്പൊ പ്രിന്റ് VAL ഇപ്പൊ എന്താണ്? എസ് ആണ്, എസ് പ്രിന്റ് ആവും. ഇവിടെ എൻഡ് കൊടുക്കാത്തതുകൊണ്ട് നെക്സ്റ്റ് ലൈനിലേക്ക് കർസർ പോകും. വീണ്ടും ഇവിടെ എത്തി. അപ്പൊ VAL എസ് ആയിരുന്നു, ഇനി ഇപ്പൊ ടി ആയി. ടി ഈക്വൽ ടു ഐ ആണെന്ന് ചെക്ക് ചെയ്യും. അല്ല, അപ്പൊ ഈ ബ്രേക്കിനുള്ളിലേക്ക് കയറില്ല, ഈഫിനുള്ളിലേക്ക് കയറില്ല. എന്നിട്ട് ആ ടി പ്രിന്റ് ആവും. പിന്നെ ആവും, 6 ഐ ഈക്വൽ ആണെന്ന് നോക്കും. അല്ല, അപ്പൊ ബ്രേക്കിനുള്ളിലേക്ക് കയറില്ല, 6 പ്രിന്റ് ആവും. പിന്നെ ഐ ഈക്വൽ ടു ഐ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനുള്ളിലേക്ക് കയറും, അവിടെ വെച്ച് പ്രോഗ്രാം ബ്രേക്ക് ആവും. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? STR എന്ന് കിട്ടും. ING പിന്നെ പ്രിന്റ് ആവില്ല. അങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. STR എന്ന് പ്രിന്റ് ആയി. പിന്നെ ഈ ഫോർ ലൂപ്പിന് പുറത്തുള്ള ദ എൻഡ് എന്നുള്ളതും കൂടെ പ്രിന്റ് ആയി. അങ്ങനെയാണ് ബ്രേക്ക് വർക്ക് ചെയ്യുക. ഇവിടെ ഐക്ക് പകരം വാല്യൂ ഈക്വൽ ടു ഐക്ക് പകരം ഞാൻ എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ STR ഐ വരെ പ്രിന്റ് ആവും, എന്നും ജിയും പ്രിന്റ് ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? ടി ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ എന്ത് പ്രിന്റ് ആവുമായിരുന്നു? എസ് മാത്രം പ്രിന്റ് ആവുമായിരുന്നു. അപ്പൊ ബ്രേക്കിന്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ബ്രേക്ക് കൊടുക്കുന്നിടം വെച്ച് ആ ലൂപ്പ്, ഫോർ ലൂപ്പ് ആണെങ്കിലും വൈൽ ലൂപ്പ് ആണെങ്കിലും ബ്രേക്ക് ആവും. എന്നിട്ട് ആ ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി കണ്ടിന്യൂവിന് ഒരു എക്സാമ്പിൾ നോക്കാം.
ഇത് തന്നെയാണ് ഫോർ VAL ഇൻ സ്ട്രിംഗ്. ഇഫ് VAL equal to I, continue, print VAL, print the end. ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക ഒന്ന് പറഞ്ഞേ. എന്തായിരിക്കും കിട്ടുക? ആദ്യം VAL S ആണ്, എസ് I ഈക്വൽ ആണോ നോക്കും, അല്ല, അപ്പോൾ ആ വാല്യൂ പ്രിന്റ് ആവും. പിന്നെ T പ്രിന്റ് ആവും, R പ്രിന്റ് ആവും, I വരുമ്പോൾ ഐയും ഈക്വൽ ആണ്. അപ്പോൾ എന്താവും? കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫോർ ലൂപ്പ് ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് വീണ്ടും ആദ്യം മുതൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം മുതൽ എന്ന് വെച്ചാൽ ഈ വാല്യൂ വീണ്ടും അടുത്ത ഇതിലേക്ക് അപ്ഡേറ്റ് ആവും. അതായത് I ആയിരുന്നു ഇപ്പോൾ, അതിവിടെ വെച്ച് ബ്രേക്ക് ആയിട്ട് അടുത്ത N എന്നുള്ള ഇതിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ N പ്രിന്റ് ആവും, പിന്നെ Gയും പ്രിന്റ് ആവും. ഇവിടെ സംഭവിക്കുന്നത് I മാത്രം പ്രിന്റ് ആവില്ല. I ആണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കും, അതായത് സ്കിപ്പ് ചെയ്യും. അവിടെ വെച്ച് സ്കിപ്പ് ചെയ്യുന്ന പോലെയാണ് കണ്ടിന്യൂ. 6 വരെ പ്രിന്റ് ചെയ്തിരുന്നു, I ആയതുകൊണ്ട് കണ്ടിന്യൂ വന്നു. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂ ചെയ്യുക. I പ്രിന്റ് ആവില്ല. ഇവിടെ വെച്ച് ലൂപ്പ് നിർത്തിയിട്ട് ആദ്യം മുതൽ ഇവിടെ വരുന്നു. പിന്നെ I ആയിരുന്നു ഇപ്പോൾ വാല്യൂവിന്റെ ഈ VALന്റെ വാല്യൂ ഐക്ക് പകരം ഇനി പിന്നെ N അപ്ഡേറ്റ് ആവും, അത് പ്രിന്റ് ആവും. പിന്നെ G അപ്ഡേറ്റ് ആവും, അതും പ്രിന്റ് ആവും. അപ്പൊ ഇങ്ങനെ കിട്ടും strN. I പ്രിന്റ് ആവില്ല. I എന്നുള്ള വാല്യൂ വരുമ്പോൾ കണ്ടിന്യൂ കൊടുക്കും. അപ്പോൾ ഫോർ ലൂപ്പിന് മുകളിലേക്ക് വീണ്ടും വരും, വന്നിട്ട് ബാക്കിയുള്ളത് പ്രിന്റ് ആവും, NG. ഇതാണ് കണ്ടിന്യൂ. ഇങ്ങനെയാണ് കണ്ടിന്യൂ വർക്ക് ആവുക. ഇത് രണ്ടും മനസ്സിലായോ? ബ്രേക്കും കണ്ടിന്യൂ എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത്. കണ്ടിന്യൂ എന്താ സംശയം? കണ്ടിന്യൂ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണെന്ന് കേട്ടില്ല. അല്ല, ഈഫിനോടുള്ള വാല്യൂല് ഈക്വൽ കൊടുത്ത കണ്ടീഷൻ ചേഞ്ച് ആവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇപ്പൊ ഇഫ് വാല്യൂ ഈക്വൽ ടു I എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവൂ. അത് എന്താന്ന് വെച്ചാൽ ഈ ഇഫിനുള്ളിലാണ് ഈ കണ്ടിന്യൂ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഇൻഡന്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവൂ. ഈ കണ്ടീഷൻ ഇത് ട്രൂ ആവുന്ന എപ്പോഴാണ്? ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആദ്യം S ആയിരിക്കും, പിന്നെ T ആയിരിക്കും, പിന്നെ R, അങ്ങനെ I വരുമ്പോൾ മാത്രമേ ഇത് ട്രൂ ആവുള്ളൂ. ഇഫ് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കണ്ടിന്യൂ എക്സിക്യൂട്ട് ആവും. കണ്ടിന്യൂ എക്സിക്യൂട്ട് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ വെച്ച് ലൂപ്പ് നിർത്തും. അതായത് ഈ പ്രിന്റ് VAL എന്നുള്ളത് എക്സിക്യൂട്ട് ആവില്ല. ഇവിടെ വെച്ച് ലൂപ്പ് നിർത്തിയിട്ട് ഈ മുകളിൽ വരും. മുകളിൽ വന്നിട്ട് അടുത്ത വേരിയബിൾ VALലേക്ക് അസൈൻ ആവും. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യും. അപ്പോൾ N ആണ് അസൈൻ ആവുന്നത്, N ഈക്വൽ ടു I ആണെന്ന് നോക്കും, അല്ല. അതുകൊണ്ട് ഇതിനുള്ളിൽ ഈ കണ്ടിന്യൂ എന്നുള്ളത് റൺ ആവില്ല. പിന്നെ അതിന് തൊട്ട് താഴെയുള്ള പ്രിന്റ് VAL എന്നുള്ളതായിരിക്കും റൺ ആവുക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായോ? ബ്രേക്കും കണ്ടിന്യൂവും. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്നുകൂടെ പറയാം. രണ്ട് ഡിഫറൻസ് പറഞ്ഞു. അപ്പോൾ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഒരേ
പ്രോഗ്രാം തന്നെ ഫോറിലും വൈലും എഴുതി നോക്കാം. ഇത് 0 to 10 പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അത് ഫോർ ലൂപ്പിലാണ്. ഫോർ ലൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഫോർ ഐ ഇൻ റേഞ്ച് 11 പ്രിന്റ് ചെയ്യുന്ന കൊടുത്താൽ ഇത് 0 to 10 വരെ പ്രിന്റ് ചെയ്യും. 0 to 10. ഇതേ ഔട്ട്പുട്ട് തന്നെ നമുക്ക് വൈൽ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം. വൈൽ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 പ്രിന്റ് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതേ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഇവിടെയുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഒരു ഇനിഷ്യലൈസേഷനും കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻക്രിമെന്റേഷനും കൊടുത്തിട്ടുണ്ട്. അതാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ ഇങ്ങനെയാണ് 3 വ്യത്യാസങ്ങൾ. ഒന്ന്, ഇഫ് ദ നമ്പർ ഓഫ് ഐട്രേഷൻ ഈസ് നോൺ, ഇഫ് ഈസ് യൂസ്ഡ്, അതർവൈസ് വൈൽ. നമുക്ക് എത്ര തവണ ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നേരത്തെ അറിയാമെങ്കിൽ നമ്മൾ ഈ ഇഫ് ആണ് ഉപയോഗിക്കുക. ഇഫ് അല്ല, ഇത് ഫോർ ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വൈൽ ഉപയോഗിക്കും. നമുക്ക് നമ്പർ ഓഫ് ഐട്രേഷൻ അറിയാമെങ്കിൽ ഫോർ ഉപയോഗിക്കും, അല്ലെങ്കിൽ വൈൽ ഉപയോഗിക്കും. നമ്പർ ഓഫ് ഐട്രേഷൻസ് എത്രയാണ്? ഫോറിൽ എങ്ങനെയാണ്? ഒരു സീക്വൻസ് ഉണ്ടാവും, ആ സീക്വൻസിന്റെ ലെങ്ത് ആയിരിക്കും നമ്പർ ഓഫ് ഐട്രേഷൻ. ഇപ്പോൾ റേഞ്ച് 0 to 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 9 വരെ, ഇപ്പോൾ 10 തവണ ഐട്രേഷൻ നടക്കും. അങ്ങനെ അറിയാമെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കും, അറിയില്ലെങ്കിൽ വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുക. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ ഇത് ഫോൾസ് ആവുന്നിടം വരെ അത് റൺ ആവും. അത് എപ്പോൾ ഫോൾസ് ആവുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്പർ ഓഫ് ഐട്രേഷൻസ് അറിയാമെങ്കിലും നമുക്ക് വൈൽ ലൂപ്പ് ഉപയോഗിക്കാം. പക്ഷേ നമ്പർ ഓഫ് ഐട്രേഷൻ അറിയാവുന്ന കേസിൽ മാത്രമേ ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പറ്റൂ. വൈൽ ലൂപ്പ് 2 കേസിൽ ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ നമ്പർ ഓഫ് ഐട്രേഷൻസ് അറിയാമെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കും, അല്ലാത്ത കേസിൽ മാത്രമേ വൈൽ ലൂപ്പ് ഉപയോഗിക്കുകയുള്ളൂ. വൈൽ ലൂപ്പ് നമ്പർ ഓഫ് ഐട്രേഷൻസ് അറിയാമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വൈൽ ലൂപ്പിന്റെ വ്യത്യാസം, ഇനിഷ്യലൈസേഷനും ഇൻക്രിമെന്റേഷനും കൊടുക്കണം. ഫോറിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സീക്വൻസിന്റെ ആദ്യത്തേത് ഇനിഷ്യലൈസേഷൻ ആയിട്ട് എടുക്കും, പിന്നെ അടുത്ത സീക്വൻസിലെ അടുത്ത എലമെന്റിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ആവും. വൈൽ ലൂപ്പിൽ എഴുതുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷെ ഫോർ ലൂപ്പിൽ എഴുതുന്ന എല്ലാ പ്രോഗ്രാമും വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാം. ഇത്രയാണ് ഇതിന്റെ ഡിഫറൻസ്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. ഇതാണ് ഈ മൊഡ്യൂളിലെ, അല്ലെങ്കിൽ ഈ ആദ്യത്തെ 2 മൊഡ്യൂളില് കുറച്ച് മനസ്സിലാക്കേണ്ടതും കുറച്ച് ലോജിക് ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്. ബാക്കിയെല്ലാം വെറുതെ ആ സിൻടാക്സ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എങ്ങനെ പ്രിന്റ് ചെയ്യാം, എങ്ങനെ ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കാം, എങ്ങനെ ഒരു പ്ലോട്ട് വരയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. ഇവിടെ നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഫാക്ടോറിയൽ നമ്പറിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ അത് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലുമായിട്ട്? ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്ക് ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. ഇപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് പല തവണ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് പല തവണ ഉപയോഗിക്കണം. അത് ഒരുമിച്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാനല്ല. ആദ്യം ഒരു പ്രോഗ്രാമിന്റെ മുകളിൽ അത് ഉപയോഗിക്കേണ്ടി വന്നേക്കാം, പിന്നെ താഴെയും ഇടയ്ക്കും പല സ്ഥലത്തായിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ്
ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു കളക്ഷൻ ആക്കി ഒരു ഫംഗ്ഷൻ ആക്കി അങ്ങ് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഫംഗ്ഷൻ മാത്രം ഉപയോഗിക്കാം. ഈ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടടുത്ത് ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യും. ഇങ്ങനെ കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നു, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാമിൽ എഴുതാതെ ആദ്യം ഒരു തവണ എഴുതിയിട്ട് ആ എഴുതിയതിനെ ആവശ്യമുള്ളിടത്ത് വീണ്ടും കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഒരു പ്രോഗ്രാമിനെ കുറച്ച് ലെങ്ത് കുറയ്ക്കാൻ പറ്റും. അതിന്റെ ലെങ്ത് കുറയ്ക്കാൻ മെയിനായിട്ട്. പിന്നെ അത് കുറച്ച് എഫിഷ്യന്റ് വേ ഓഫ് റൈറ്റിംഗ് ആണ്. എഫിഷ്യന്റ് ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റും. അതാണ് ഫംഗ്ഷന്റെ ഒരു ഉപയോഗം. മൊത്തത്തിൽ ഒരു പ്രോഗ്രാമിനെ ഓർഗനൈസ് ചെയ്ത് വളരെ ചെറുതാക്കി എഴുതാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എഴുതിയ ഒരാൾക്കല്ല, വേറൊരാൾ അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും. മനസ്സിലാക്കാനും ഒരു ഓർഗനൈസ്ഡ് വേയിലൊക്കെ ലെങ്ത് കുറച്ച് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം DEF എന്ന് കൊടുക്കണം. DEF എന്ന് വെച്ചാൽ ഡെഫിനിഷൻ, ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. DEF എന്ന് കൊടുക്കുക. നമ്മൾ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുന്നു, ആ പേര് ഇവിടെ എഴുതണം. ഇത് ഒരു കേർലി ബ്രാക്കറ്റിനുള്ളിൽ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കണം, കോളൻ, പിന്നെ ഒരു ഡോഗ് സ്ട്രിങ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റ്മെന്റ്സ്, ഒരു റിട്ടേൺ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് എന്താണോ ആ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ വേണ്ടത് അത് കൊടുക്കാം. ഇവിടെ നമുക്ക് അറിയാത്ത കാര്യം, ഈ പാരാമീറ്റേഴ്സ് എന്താണെന്ന് അറിയില്ല, ഡോഗ് സ്ട്രിങ് എന്താണെന്ന് അറിയില്ല, റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല. അതൊക്കെ പറയാം. ആദ്യം ഈ ഫംഗ്ഷൻ നെയിം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേരിയബിൾ നെയിം പറഞ്ഞ പോലെ തന്നെ ഒരു റൂൾ ഉണ്ട്. അത് നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ വെച്ചോ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ അതൊരു കീവേഡ് ആയിരിക്കാൻ പാടില്ല. കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ ഒരു കീവേഡ് ആണ്, DEF എന്നുള്ള കീവേഡ് ആണ്, വൈൽ, എൽസ്, ഫോർ, അതൊക്കെ കീവേഡ് ആണ്. അതൊക്കെ വേറെ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി പൈത്തൺ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ്സ് ആണ്. അത് വീണ്ടും നമുക്ക് ഫംഗ്ഷൻ നെയിമായിട്ടോ വേരിയബിൾ നെയിമായിട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്കൊരു എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു ഫംഗ്ഷന് ഉള്ളിൽ നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യണം. ആ ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് കുറച്ച് ഡേറ്റ വേണമല്ലോ. ഇവിടെ നമുക്കൊരു അഡീഷൻ ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. എക്സ് വൈ രണ്ട് വേരിയബിൾ ഉണ്ട്, അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇസഡ് എന്നൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അതാണ് ഈ ഫംഗ്ഷനുള്ളിൽ നടക്കുന്നത് വിചാരിക്കുക. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇസഡ് = x+y എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആഡ് ചെയ്യാൻ രണ്ട് ക്വാണ്ടിറ്റി വേണമല്ലോ നമുക്ക്, എക്സും വൈയും. ആ എക്സും വൈനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. നമുക്ക് മാത്തമാറ്റിക്സിൽ ഫംഗ്ഷൻ എഴുതത്തില്ല, f(x, y) = x²y എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സും വൈയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? x²y എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുക. എന്നിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. z = x+y എന്നാണെങ്കിൽ ആ ഇസഡ് ആണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചത്. ആ ഇസഡിനെ നമ്മൾ റിട്ടേൺ ബ്രാക്കറ്റിൽ ഇസഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് വൈ എന്നും കൊടുത്തു കഴിഞ്ഞാൽ x, y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ എക്സിലും വൈയിലും ഉള്ള വാല്യൂ എന്താണോ അത് ഇവിടെ വരും. അത് z = x+y എന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഇസഡിൽ എക്സും വൈ ആഡ് ചെയ്ത വാല്യൂ സ്റ്റോർ ആവും. ആ ഇസഡ് നമുക്ക് പുറത്തേക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതില് ഈ ഡോഗ് സ്ട്രിംഗ് എന്ന് വെച്ച് എഴുതിയിരിക്കുന്നത് ഒരു ഇത് തന്നെയാണ്, കമന്റ് തന്നെയാണ്. ഈ ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ആദ്യം എഴുതി വെക്കുകയാണ്. വെറുതെ എഴുതി വെക്കുന്നതിനാണ് ഡോഗ് സ്ട്രിംഗ് എന്ന് പറയുക. അതായത് ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ നിർമ്മിച്ചു വെച്ചു, പക്ഷെ വേറൊരാൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വേറൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ തന്നെ വലിയൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ എന്തിനുള്ള ഫംഗ്ഷൻ ആയിരുന്നു എന്ന് ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ മറന്നു പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇവിടെ ഒരു കമന്റ് ആയിട്ട് ഈ ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതുന്നത്. അതിനെയാണ് ഡോഗ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ സ്ട്രിംഗ്, ഡോഗ് സ്ട്രിംഗ് എന്ന് പറയാം.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫിലും ഫോറിലും ഒക്കെ എഴുതുന്ന പോലെ ഇവിടെ ഒരു ഇൻഡന്റേഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ളിലാണ് ഇതൊക്കെ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ സ്പേസ് വിടും. ഇനി ഈ റിട്ടേൺ എന്നുള്ളത് ഓപ്ഷനിലാണ്, അത് നിർബന്ധമില്ല. റിട്ടേൺ എന്നുള്ളത് ഇത് നമ്മുടെ എല്ലാ ഫംഗ്ഷനിലും കൊടുക്കണമെന്നുള്ളത് കമ്പൽസറി അല്ല, അതൊരു ഓപ്ഷനിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് അറിയേണ്ടത്. ഇനി അതിന്റെ ഫ്ലോ ചാർട്ട് കാണിക്കാം. ഇപ്പോൾ ഒരു DEF ഡെഫിനിഷൻ ഫംഗ്ഷൻ നെയിം ഡിഫൈൻ ചെയ്തു, ബ്രാക്കറ്റിൽ പാരാമീറ്റേഴ്സ് കൊടുത്തു, കോളൻ. എന്നിട്ട് ഈ ഫംഗ്ഷന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എഴുതുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്ത് വരും. ഈ ഫംഗ്ഷൻ നെയിം എഴുതിയിട്ട് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് കൊടുക്കേണ്ട പാരാമീറ്റേഴ്സ് കൊടുത്തിട്ട് സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്ത് വന്നു ഫംഗ്ഷൻ നെയിമിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് നേരെ എവിടെ പോകും? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സ്ഥലത്തേക്ക് പോകും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സ്ഥലത്തേക്ക് പോയിട്ട് ഫംഗ്ഷനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അത്ര എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ആദ്യം ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ ഉണ്ടാവും, അത് ഏറ്റവും മുകളിലായിരിക്കും സാധാരണ വരിക ഒരു പ്രോഗ്രാമിന്റെ. എന്നിട്ട് ഫംഗ്ഷൻ നെയിം നമ്മൾ കോൾ ചെയ്യുന്നത്, ഇതിനെയാണ് കോളിംഗ് എന്ന് പറയുക. കോളിംഗ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ നെയിം എഴുതിയിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ് കൊടുത്തിട്ട് സെമി കോളൻ ഇടുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫംഗ്ഷൻ നെയിം എവിടെയാണ് എഴുതുന്നത് അതിനെയാണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുക. ഫംഗ്ഷൻ എവിടെ വെച്ചാണ് കോൾ ചെയ്യുന്നത് അവിടെ വെച്ച് പ്രോഗ്രാം നിർത്തിയിട്ട് താഴേക്കുള്ളത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അവിടേക്ക് പോകും. എന്നിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അതിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന് ബാക്കിയുള്ള പ്രോഗ്രാമിന്റെ താഴേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഞാൻ വേറെ ലിങ്ക് അയച്ചു തരാം.